ഈ ഡിസംബർ മാസത്തിലെ തണുപ്പിൻ്റെ കുളിരിൽ മഞ്ഞു പൊഴിയുന്ന രാവിൽ മണ്ണിനെ പുളകമണിയിച്ചുകൊണ്ട് ലോകത്തിന് ശാന്തിയും സമാധാനവും രക്ഷയും നൽകുവാനായി ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിനമായ ക്രിസ്മസിനെ വരവേൽക്കാൻ സന്തോഷത്തിമിർപ്പോടെ ആഘോഷത്തോടെ ലോകമെമ്പാടും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, വീണ്ടും ഒരു ക്രിസ്മസിൻ്റെ സംഗീതം നമ്മുടെ കാതുകളിൽ അലയടിക്കുന്നു. ഗായക സംഘങ്ങളുടെ കരോൾ ഗാനങ്ങൾ എങ്ങും കേൾക്കാം. ദേവാലയങ്ങൾ പ്രാർത്ഥനാ നിർഭരവും നക്ഷത്രങ്ങൾ കൊണ്ടും മറ്റുള്ള അലങ്കാര പൊലിമയിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ അലങ്കാരങ്ങൾ, ഈ ആഘോഷങ്ങൾ, കാഴ്ചകൾ മാത്രമാണോ ക്രിസ്മസ്? പതിവ് കാഴ്ചകളായ ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഫാദർ എന്നീ ആർഭാടങ്ങളിൽ നക്ഷത്രമൊഴികെ മറ്റൊന്നിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് യാതൊരു പങ്കുമില്ല. കാലക്രമേണ അവയെല്ലാം വന്നു ചേർന്നവയാണ്. ക്രിസ്തു ജനിച്ചപ്പോൾ വിദ്വാൻമാർക്ക് വഴികാട്ടിയായി വാനിലുദിച്ച നക്ഷത്രത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ നക്ഷത്രങ്ങൾ നാം ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനന വാർത്ത ആദ്യം അറിയിക്കുന്നത് ആട്ടിടയന്മാരെയാണ്. അവരോട് അറിയിച്ച സന്ദേശം സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്മസ് എന്നതായിരുന്നു. ഈ ലോകത്തിൻ്റെ രക്ഷകനായി അവതരിച്ച കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് ഒരു രാജകൊട്ടാരത്തിലോ വലിയ മണിമാളികയിലോ അല്ല, മറിച്ച് രാജാതിരാജനായ ദൈവപുത്രന്റെ ജനനം ആരോരുമില്ലാത്ത ഗോശാലയിലെ കാലിത്തൊഴുത്തിലായിരുന്നു. കാലിത്തൊഴുത്തിന് പുറത്ത് ആടുകളെ മേയിച്ച് കിടന്നുറങ്ങിയ ആട്ടിടയന്മാർക്കായിരുന്നു മാലാഖമാർ ആ രക്ഷാസന്ദേശം ആദ്യം പകർന്നു നൽകിയത്. മനുഷ്യൻ ഏതവസ്ഥയിലായിരുന്നാലും, ഏകാന്തതയുടെ നടുവിലായിരുന്നാലും, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും, മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നുപോയാലും, നമ്മുടെ ആയിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുവാനും കരുതുവാനും സ്നേഹിക്കുവാനും മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള സന്ദേശമാണ് ഓരോ ക്രിസ്മസും വിളിച്ചറിയിക്കുന്നത്. പാപത്തിൻ്റെ അഗാധ കുഴിയിൽ വീണുപോയ മനുഷ്യവർഗത്തിൻ്റെ മോചനത്തിനും തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാനുമാണ് യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തു കുർബാനയായി അല്ലെങ്കിൽ ബലിയായി തീരുക എന്നതാണ്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ സ്വയം ജീവൻ ത്യാഗമായി അർപ്പിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം. ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം രക്ഷകനായിട്ടല്ല, മറിച്ച് സർവ്വജാതിയുടെയും വംശത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും വിവിധ ഭാഷക്കാരുടെയും വീണ്ടെടുത്ത് നിത്യജീവൻ നൽകി അവരെ രക്ഷിക്കുവാനാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് സ്നേഹമാണ്. സ്വാർത്ഥതയും സഹനമില്ലായ്മയും വൈരാഗ്യവും വെറുപ്പും നടമാടുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തത്തെ പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഈ ചുറ്റുപാടിൽ ക്രിസ്തു നമ്മിൽ പകർന്നു തന്ന സ്നേഹത്തിൻ്റെ ഭാവം ഈ ക്രിസ്മസ് കാലയളവിൽ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് ശ്രമിക്കാം. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാടിസ്തുതിച്ച സ്വർഗീയ സൈന്യത്തോടൊപ്പം നമുക്കും പാടിസ്തുതിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.